வரும் சட்டமன்ற தேர்தலில் மாவட்டத்தில் 5 சட்டமன்ற தொகுதிகளிலும் UDF வேட்பாளர்கள் மாபெரும் வெற்றி பெறுவார்கள் என்று டிசிசி தலைவர் சிபி மேத்யூ கடந்த 10 வருடங்களாக LDF அரசால் இடுக்கி மாவட்டத்திற்கு எந்த உபயோகமும் இல்லை என்றும் அனைத்து துறைகளிலும் LDF அரசு தோல்வியடைந்ததாகவும் சிபி மேத்யூ கூறினார். 2-ാം തീയതിയിലേക്ക് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ആനുകാലികമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഈ മുന്നണിക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന യാഥാർത്ഥ്യമാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം. അതാണ് ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 10 സംവത്സരങ്ങളായി ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്ത പിണറായി സർക്കാരിൻ്റെ ഭരണകൂടം ആ സിംഹാസനം താഴെ ഇറക്കുക എന്ന ഐക്യ ജനാധിപത്യങ്ങളുടെ സന്ദേശം ജനങ്ങൾ വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തിന് മുമ്പ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഈ ഗവൺമെന്റിനെ കൊണ്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം മുന്നേ ഭരിക്കുക. കോവിഡ് വന്ന സന്ദർഭത്തിൽ ലോട്ടറി അടിച്ചതുപോലെയാണ് രണ്ടാമത് ഭരണം കിട്ടിയത്. 18,000 കോടി രൂപയുടെ പാക്കേജാണ് വിവിധ ഘട്ടങ്ങളിലായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത്. 18 രൂപയുടെ ജോലി പോലും ചെയ്തതായി ഈ ജില്ലയിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ല. ജനങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങളിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ഇവർ. NHന്റെ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ അടിമാലി മേഖലയിലെ മുഴുവൻ ജനങ്ങൾ, അടിമാലി ഇരുമ്പുപാലം വാള ഈ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും സടകുടഞ്ഞെണ്ണീറ്റ് സമരത്തിന്റെ ഭൂമി വന്നിട്ട് പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. കാർഷിക മേഖല തകർച്ചയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ടൂറിസം മേഖലയാണ് ഈ പ്രദേശത്തെ പിടിച്ചു നിർത്തുന്നത്. ആ കാര്യത്തിൽ ഗവൺമെന്റ് പൂർണ്ണമായി പരാജയമാണ്. തകർന്നടിഞ്ഞ കാർഷിക മേഖലയുടെ ദുരന്തമാണ് ഇപ്പൊ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്.